ഞാനൊക്കെ ദൈവത്തിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കൂ? എൻ്റെ അടുത്തറിയുന്ന സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ചോദിക്കൂ, നീയോ, നിന്നെയൊക്കെ ദൈവം വന്ന് കാണിയെന്ന്. എന്നാൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് പറയാനുണ്ട് കേട്ടോ. റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയൊന്നുമല്ല, ആദ്യമേ പറയാം. എന്നാലും സ്വപ്നത്തിലാണെങ്കിലും അങ്ങനെ വലിയൊരു സംഭവം കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ ഒരു സന്തോഷവും ഒരു വല്ലാത്തൊരു സുഖമൊക്കെ ഉണ്ട് അത് ആലോചിക്കുമ്പോൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ദൈവം? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എപ്പോഴും കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ദൈവം ഓരോ തരത്തിലാട്ടോ. പലരും പല തരത്തിലാണ് ദൈവത്തെ ചിന്തിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കി വെച്ചൊരു ദൈവം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലുള്ള ഒരു പേടിയാണ് ദൈവം. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു നല്ല വഴിക്ക് നടക്കാൻ ഉൾപ്രേരണ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്താൽ, തെറ്റ് ചെയ്താൽ നമുക്ക് എന്തോ ഒരു വലിയ ശിക്ഷ നമുക്ക് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവം ആരും ആകട്ടെ, നമ്മളിപ്പോൾ പല മതങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വാസം പല തരത്തിലാണ്. വേറൊരു കാര്യം പറയും, ഇപ്പം നമ്മളൊരു കല്ല്, ഒരു സാധാരണ ഒരു കരിങ്കല്ലെടുത്ത് ഒരു മൂലയിൽ വെച്ചിട്ട് അതിനെ ഡെയിലി നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ അതിനൊരു ശക്തി വരുന്നു, അല്ലെങ്കിൽ അതിനൊരു ശക്തിയുണ്ട്, ഒരു പവർ ഉണ്ട് നമുക്ക് തോന്നും. ആ തോന്നൽ, ആ പേടി, അതൊക്കെ തന്നെയാണ് ദൈവം. നിങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മുടെയൊക്കെ അമ്മമ്മമാരുടെ ഒക്കത്തിരുന്ന് നമുക്ക് ഭക്ഷണം തരുമ്പോൾ, അമ്മ ആയിക്കോട്ടെ അമ്മൂമ്മ ആയിക്കോട്ടെ ആരായാലും ഭക്ഷണം തരുമ്പോൾ അവർ പറയും, ഭക്ഷണം നന്നായി കഴിച്ചില്ലെങ്കിൽ കോക്കാച്ചി വരുന്നു. അപ്പോൾ ആ കോക്കാച്ചി എന്താണെന്ന് നമുക്കറിയില്ല, അതിന് രൂപമൊന്നും അറിയില്ല, എന്നാലും നമ്മുടെ മനസ്സിൽ കോക്കാച്ചി, ആ പേരനെ കേൾക്കുമ്പോൾ എന്തോ ഒരു സംഭവം വരാനുണ്ട്, നമ്മളെ എന്തോ പിടിച്ചു കൊണ്ടുപോകുന്നുള്ളൊരു പേടിയിൽ നമ്മൾ ആ ഭക്ഷണമൊക്കെ ചെറുപ്പത്തിൽ കഴിക്കും. അത്തരത്തിലുള്ളൊരു പേടി തന്നെയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്നതും, അല്ലെങ്കിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നതും, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നതും. ആ ശ്രമിക്കാനുള്ള ഒരു കൈത്താങ്ങാണ് ഈ ദൈവം എന്ന് പറയുന്നത്. ഇനി ഞാൻ ദൈവത്തിനെ കണ്ടൊരു കഥ പറയാം. ഞാനൊരു നല്ല ഹിന്ദു കുടുംബത്തിൽ ജനിച്ചത് തന്നെയാണ്, ഹിന്ദു മതവിശ്വാസിയാണ്. ഞാനൊരു വലിയ കൃഷ്ണഭക്തനാണ് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു കേട്ടോ, ഞാനിങ്ങനെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. ഉറക്കത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലെ അമ്മ മറിയം ഒരു കുറേ പടികളുള്ള ഒരു സ്ഥലം, അവിടെ ഒരു ഊഞ്ഞാലിങ്ങനെ ദൈവം മറിയം ഇങ്ങനെ അങ്ങനെ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. ആടിയിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ മറുപടികൾ പറയുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ വളരെ ഒരു ഉറക്കത്തിൽ കണ്ട സ്വപ്നം കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ ചാടി നീട്ടി കണ്ടപ്പോൾ എന്താണ് അങ്ങനെ കണ്ടതെന്നൊരു പിടുത്തൊന്നുമില്ല. ഞാൻ കുറച്ച് ചിത്രമൊക്കെ വരയ്ക്കും, അങ്ങനെ ഞാൻ ഒരിക്കലും ആ മുഖം ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ആ ചിത്രം ഞാനിവിടെ കാണിക്കാം. ഇതൊക്കെ ഞാൻ പല കഥകൾ പറയുന്നതും ശരിയായ സ്റ്റോറികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആകാശത്തിൽ വലിയൊരു കാർമേഘം. ആ കാർമേഘത്തിന് യേശുദേവൻ്റെ രൂപമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വലിയൊരു രൂപം കണ്ട് ഞാൻ ഉറക്കത്തിൽ എണീറ്റു. ഞാൻ സത്യത്തിൽ ഭയങ്കര ആരാധനയൊന്നും ഇല്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ക്രിസ്ത്യൻ പള്ളികളൊക്കെ പണ്ട് ഊട്ടിയിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂൾ വെക്കേഷന് നമ്മുടെ കുളപ്പള്ളി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ശബരീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഫാദർ അവിടെ ഊട്ടിയിൽ റെയിൽവേയിലായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് താമസിക്കും. രാവിലെ ഞാൻ, പിന്നെ ശബരീഷ്, പിന്നെ ഒരു പ്രമോദ് ഉണ്ട്, സുഹൈബ് ഉണ്ട്, ഇങ്ങനെ 4 സുഹൃത്തുക്കൾ. ഞങ്ങൾ അത്യാവശ്യം അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴാണ് ഈ ക്രിസ്ത്യൻ പള്ളിയൊക്കെ നല്ല രസമാണ് അതിരാവിലെ കാണും. അപ്പോൾ ഞങ്ങൾ അതിരാവിലെ ഇങ്ങനെ ഒരു ചായ കുടിക്കാനൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്ന വഴിക്ക് ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ രീതികളൊക്കെ കണ്ടിട്ട് ഒന്ന് സന്തോഷമുണ്ട്. മുസ്ലിം പള്ളികൾ കയറാൻ പറ്റുകയാണെങ്കിൽ കയറും കേട്ടോ. പക്ഷേ എന്തോ അവിടെ കയറാനുള്ളൊരു നമുക്ക് ഇത്രയും ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവിടെയും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനതൊരു ദൈവത്തിനെ കണ്ടു എന്നൊന്നും പറയുന്നില്ല, സ്വപ്നത്തിൽ കണ്ടു. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ട് ഞാനൊരു ക്രിസ്ത്യൻ മതത്തിലേക്ക് ഡൈവേർട്ട് ആവുകയോ അല്ലെങ്കിൽ യേശുദേവൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെ പിന്നാലെയൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാനങ്ങനെ കണ്ടു. എന്തുകൊണ്ടാണ്? പക്ഷേ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയായിട്ട് പോലും എന്തുകൊണ്ട് അങ്ങനെ കണ്ടു എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാലും എന്തോ ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോഴും ഞാനൊരു കൃഷ്ണൻ്റെ ആരാധകൻ തന്നെയാണ്.
എല്ലാ മതത്തിനും എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കരുതുന്നത് പോലെയല്ല. നമ്മളെ ആരൊക്കെ ഇപ്പം ഈ പറയുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അവരൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പോൾ മറ്റു മതങ്ങളിലെ ദൈവങ്ങൾക്കും നമ്മളോട് സ്നേഹം തോന്നിക്കൂടാന്നില്ലല്ലോ. എല്ലാ മതത്തിലുള്ളവരും അവരുടെ മതത്തിലുള്ള ആരാധനാലയങ്ങളിൽ നിങ്ങൾ പോകണം. നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നന്നായി ജീവിക്കണമെങ്കിൽ ദൈവവിശ്വാസം വേണം കേട്ടോ.